CBSE സംസ്ഥാന കലോത്സവത്തിന് മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ തിരിതെളിഞ്ഞു. ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സിലബസിലെയും CBSEയിലെയും കലോത്സവങ്ങൾ ഒന്നിച്ച് ഒരു വേദിയിൽ നടത്തുന്നതിനെപ്പറ്റി സംസ്ഥാന സർക്കാരുകളും മാനേജ്മെന്റുകളും ചിന്തിക്കണമെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ CBSE സംസ്ഥാന കലോത്സവത്തിന് തുടക്കമായി. ജോസ് കെ മാണി MP കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ട് സിലബസുകളിലെയും കലാപ്രതിഭകൾ ഒന്നിച്ചു മത്സരിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രതിഭകളെ തിരിച്ചറിയാൻ സാധിക്കുക. അത്തരത്തിൽ കൂട്ടായ്മയിലൂടെ സമൂഹത്തിലെ കൂടുതൽ ശക്തമായ കലാപ്രതിഭകൾ ഉണ്ടാകും. കല മനുഷ്യന്റെ ആത്മാവിന്റെ ഭാഗമാണ്. കലയ്ക്ക് മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല. അത്രമാത്രം ശക്തി കലയ്ക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ വെന്യൂവിൽ നടക്കുന്ന every dance or song or act or whatever it may be, you are learning to be confident, you are learning to have a teamwork, you are learning to give expression to others, you are learning to provide empathy. Adonnu you will never learn from books. അതൊക്കെ ഈ പറയുന്ന കലോത്സവത്തിലും അതോടൊപ്പം തന്നെ ഞാൻ പറയും കായിക രംഗത്തുമാണ്. 10,000-ത്തിലധികം വിദ്യാർത്ഥികൾ 35 വേദികളിൽ അണിനിരന്ന് 140 ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. ചടങ്ങിൽ സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നു, നിങ്ങളുടെ മുന്നിൽ, കേരള സമൂഹത്തിന്റെ മുന്നിൽ നിവർന്നു നിന്ന് ഒരു കാര്യം പറയാൻ എന്നെ പ്രാപ്തനാക്കിയത് ആ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ നേഴ്സറി മുതൽ അങ്ങോട്ടുള്ള ഒരു 10-12-14 വർഷം എൻ്റെ മാതാപിതാക്കൾ നിർബന്ധപൂർവ്വം സ്റ്റേജിലേക്ക് തള്ളിക്കയറ്റി വിട്ടതിൻ്റെ ഫലമാണ് ഇന്ന് എനിക്ക് നിങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നത്. വലിയൊരു പ്രഭാഷണമൊന്നും നടത്താനല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഒറ്റ കാര്യം പറയാനാണ്. എന്തിനാണ് ഇത്തരം കലാവേദികൾ, ഇത്തരം മത്സരങ്ങൾ നടത്തുന്നത്? ഒരു കുഞ്ഞിൽ അന്ന് ആ പ്രസംഗം നടത്തുമ്പോൾ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടാവില്ല. ലേബർ ഇന്ത്യ സ്കൂൾ പ്രിൻസിപ്പൽ സുജ കെ ജോർജ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ലേബർ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ജോർജ് കുളങ്ങര, ലേബർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ജോർജ് കുളങ്ങര, കോൺഫെഡറേഷൻ ഓഫ് സഹോദയ പ്രസിഡന്റ് ജോജി പോൾ, സ്റ്റീം അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ AP ജയരാമൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ദീപ ചന്ദ്രൻ, കോർ കമ്മിറ്റി കൺവീനർ ബെന്നി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കോൺഫെഡറേഷൻ ഓഫ് സഹോദയ കോംപ്ലക്സസ് ട്രഷറർ ഫാദർ ജോർജ് പുഞ്ചയിൽ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ വേദികളിൽ കലാമത്സരങ്ങൾ ആരംഭിച്ചു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.